ഹലോ, വെൽക്കം ടു അഖിലാസ് sVlogsNVogue. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒട്ടും ചിലവില്ലാതെ ഭംഗിയുള്ള ഒരു ലാമ്പ് ഷെയ്ഡ് ഉണ്ടാക്കുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ലാമ്പ് ഷെയ്ഡാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ ഇക്കയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ഡ് കണ്ടത്. അത് മെറ്റൽ വയർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വില ഏതാണ്ട് 1600 രൂപയോളം വരും. അപ്പോൾ ഞാനത് അതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ബാംബൂ സ്ക്യൂവേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ 6 പീസസ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 8 സെൻറ്റിമീറ്ററിൽ ഒരു 18 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനെ മുറിച്ചെടുത്തു. എന്നിട്ട് അതിൽ ഏറ്റവും ചെറിയതാണിത്, അതായത് 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളത് വെച്ചിട്ട് ആദ്യം ഒരു ഹെക്സഗൺ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ക്യുക്കായിട്ട് ഒട്ടുന്ന മറ്റേ ഫ്ലെക്സ് ഗ്ലൂ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലുമോ ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഒട്ടുന്നത് ഉപയോഗിക്കുകയാണ് നല്ലത്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എല്ലാ വീഡിയോയിലും ക്രാഫ്റ്റിലും പറയാറുണ്ട്, വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഹോട്ട് ഗ്ലൂവിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോളൊക്കെ പോലെയുള്ള ഗ്ലൂ യൂസ് ചെയ്താൽ കുറച്ചധികം നേരം സമയം എടുത്തിട്ടേ അത് ഒട്ടുള്ളൂ. പക്ഷേ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു ഹെക്സഗൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ പറഞ്ഞില്ലേ, അതിലും ഒരു ഹെക്സഗൺ ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ 2 ഹെക്സഗൺ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ചെറിയ ഹെക്സഗൺ എടുത്തിട്ട് വലുതിനെ മാറ്റി വെച്ചു കേട്ടോ. ചെറിയതെടുത്തു. എന്നിട്ട് വേറെ നമ്മൾ 18 എണ്ണം ഉണ്ടായിരുന്നില്ലേ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളത്, അതൊന്ന് വീണ്ടും എടുത്തിട്ട് നമ്മൾ ആ ചെറിയ പീസിനെയാണ് ഇങ്ങനെ ട്രയാങ്കിൾ അതായത് ഈ ഹെക്സഗൻ്റെ ഓരോ സൈഡിൽ നിന്നും നമ്മൾ ഓരോ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് ഇത്തിരി ചെരിവോടെയാണ് കേട്ടോ, പുറത്തേക്ക് ഇത്തിരി ചെരിവോടെയാണ്, അതായത് ഡയറക്റ്റ് വെർട്ടിക്കലായി കുത്തനെയല്ല, ഇത്തിരി ചെരിവോടെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ എളുപ്പത്തിന് ഹോട്ട് ഗ്ലൂ ആയിരിക്കും നല്ലത്. അപ്പോൾ ബാക്കിയുള്ള പീസസ് കൊണ്ട് ചുറ്റും ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് പീസും വെക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുക, ഒരു ക്രൗൺ പോലെ കിട്ടും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജിക്ക് എന്താ, നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ വലിയ ഹെക്സഗൺ ഉണ്ടല്ലോ, അത് ഈ ട്രയാങ്കിൾസിൻ്റെ പോയിൻ്റ് കോർണർ ഉണ്ടല്ലോ ടോപ്പിൽ വരുന്നത്, അതിൻ്റെ മേലെ ഓരോ അതായത് നമ്മുടെ വലിയ ഹെക്സഗണിൻ്റെ ഓരോ കോർണറും ഇതിൽ ഓരോ ട്രയാങ്കിളിൻ്റെയും ടിപ്പിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് പിടിച്ചു വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ രണ്ടും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ ലോങ് പീസസ് ഉണ്ട്, അതായത് 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളതിനെ മേലെ വലിയ ഹെക്സഗൺ, താഴെ ചെറിയ ഹെക്സഗൺ, അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. താഴെയാണ് ചെറുത്, മേലെയാണ് വലുത്. അപ്പോൾ വലിയ ഹെക്സഗൻ്റെ മുകളിൽ നിന്ന് മേലേക്ക് നടുഭാഗത്തേക്ക് പോയിൻ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, അതായത് ഒരു പ്രിസം ഷേപ്പിലാവുന്ന രീതിയിൽ അടിയിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുകയാണ്. വലിയ ഹെക്സഗണിൻ്റെ കോർണറിൽ മാത്രം 6 കോർണറിലും 6 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. മേലെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സ്റ്റിക്സ് എല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മേലെ ലാമ്പ് വെക്കാൻ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ടേ, ഹോൾഡർ വെക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു ടിഷ്യൂ റോളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത്തിരി കട്ടിയുള്ളതാണ് കേട്ടോ. അത് തീരെ നമ്മളിങ്ങനെ അമർത്തിയാൽ പൊട്ടിപ്പോകുന്ന അത്ര ഇതായിട്ടുള്ളതല്ല, ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ ഹോൾഡർ അതിൽ പാകാവുന്ന എന്ത് റിങ്ങും, നമ്മുടെ കയ്യിൽ ഏത് ഹോൾഡറാണുള്ളത് അത് പാകാവുന്ന ഏത് റിങ്ങും യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഇത്തിരി ഹാർഡായിട്ടുള്ള റിങ് ആയാൽ നല്ലത്, പെട്ടെന്ന് കേടുവരാത്തത്. എന്നിട്ട് ഞാൻ നമ്മളിപ്പോൾ പ്രിസം പോലെ ഉണ്ടാക്കിയതിൻ്റെ മേൽഭാഗത്ത് ഈ 6 എണ്ണം കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു റിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്നാലാണ് അതിലേക്ക് ഹോൾഡർ ഇറക്കി വെച്ചിട്ട് നമുക്ക് ലാമ്പ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽ ജോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടും, ഹോട്ട് ഗ്ലൂ അല്ലേ. അപ്പോൾ അതിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമുക്കൊരു പണി ചെയ്യാം. ഇത്തിരി ക്ലേ എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഓരോ ജോയിൻറ്റിലും ഞാനിങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ജോയിൻറ്റിലും എവിടെയൊക്കെ ഇങ്ങനെ ജോയിൻറ്റ് വരുന്നുണ്ട് അവിടെ എല്ലാം അതിനെ ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് അമർത്തി നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഹാർഡായി കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇത് വിട്ടു പോരാതെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാന്റ് ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ ബാംബൂ സ്ക്യൂർ വെച്ചിട്ട്. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ കൊടുത്ത റിംഗ് ഉണ്ടല്ലോ, അത് കാർഡ്ബോർഡ് അല്ലേ, അപ്പോൾ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ അമർത്തി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാൻ പോവാണ്. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ലാംപ് ഷെയ്ഡിൻ്റെ ഷേപ്പ് ഇതാണ്. ഇനി നമുക്ക് ഹോൾഡർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഹോൾഡറും കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലാംപ് ഷെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ രാത്രിയൊക്കെ ഇതിലൊരു ചെറിയ ഡിം യെല്ലോ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണത് ഞാൻ ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഡേ ടൈമിലാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല. പിക്ചർ എടുക്കുമ്പോൾ ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലെ സെറ്റിങ്സിൽ എനിക്കത് ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ട് എടുക്കുമ്പോൾ എത്ര ഭംഗിയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ഉള്ളത് കാണിക്കാം. ഓണാക്കിയിട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1600 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി അല്ലേ ഇങ്ങനെ ഒരു ലാംപ് ഷെയ്ഡ് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അത് അതിൻ്റെ 4 ചിലവ് വരാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.